ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ചിക്കൻ കറിയാണ്, ചിക്കൻ ചങ്കേസി. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ചങ്കേസി. അപ്പോൾ പേരിലൊരു വെറൈറ്റി ഇല്ലേ, അതുപോലെ തന്നെ ടേസ്റ്റും വെറൈറ്റിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള തിക്ക് ഗ്രേവിയാണ്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമ്മളിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിലൊന്ന് വരിഞ്ഞ് വച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തൈര് എടുത്തിട്ടുണ്ട്, അതുപോലെ മുളക് പൊടി, ലെമൺ ജ്യൂസ്, 2 ലെമണാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ജ്യൂസാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 750 ഗ്രാമോളം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ 1 കിലോ ചിക്കൻ ആണെങ്കിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ലെമണാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ജ്യൂസാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ചിക്കനിൽ മസാല തേച്ച് വെക്കാം. ചിക്കനിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നന്നായി മസാല തേച്ച് വെക്കാം. ചിക്കനിലെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്നിനെ 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 4 വലിയ ഉള്ളി അരിഞ്ഞതാണ്, അതുപോലെ കാഷ്യൂ 25 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, 4 തക്കാളി ജ്യൂസാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായത് 1/2 കപ്പ് പാലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായി ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒരു മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഉള്ളി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി ഒന്ന് നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കാം. ഉള്ളിയും കാഷ്യും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതിലെ ചൂടൊന്ന് പോകാൻ വേണ്ടി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ കടായിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി വഴറ്റിയെടുക്കുമ്പോഴുണ്ടായ ഗീ തന്നെയാണ് ഇതിലുള്ളത്, വേറെ സെപ്പറേറ്റ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ ഗീയിലേക്ക് തന്നെയാണ് ചിക്കൻ പീസുകളെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ചൂട് കയറിയതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസുകളും ഇതുപോലെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയിൽ കിടന്ന് ചിക്കനൊന്ന് നന്നായി വേവാവണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ ഇതിലെ മസാലയും നന്നായി വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിക്കനിലെ വെള്ളമെല്ലാം മറ്റൊന്ന് ഡ്രൈ ആയി എടുത്തിട്ടുണ്ട്. ബാക്കി മസാലയെല്ലാം വറ്റി ചിക്കനും മീഡിയം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസുകളൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി എടുത്ത് വെച്ച ഉള്ളിയും കാഷ്യൂവും നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കണം.
ഇതുപോലെ നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയിലെ ഗ്രേവിയിലേക്കുള്ള മസാലകൾ: ഗരം മസാല, കസൂരി മേത്തി, മല്ലിപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഈ കടായിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗീയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഗീ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരച്ചു വെച്ച തക്കാളിയുടെ ജ്യൂസാണ്. ഇത് വേവിക്കാതെ തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 4 തക്കാളികളാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും തക്കാളിയും നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായി ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതുപോലെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതൊന്ന് നന്നായി കുറുകി ഒരു ഗ്രേവി പരുവത്തിലാക്കി എടുക്കണം. അടി പിടിക്കാതെ നന്നായി ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് ഒന്നുകൂടെ കുറുകി വരാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. ഇത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഗ്രേവി നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ പീസുകൾ ഈ മസാലയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ചു വെച്ച ഉള്ളിയും കാഷ്യൂവും ചേർത്താക്കിയ പേസ്റ്റാണ്. ഈ ജാറിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്നുകൂടെ ലൂസാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. കറി നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് വേവിക്കുന്നത്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചങ്കേസി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.